عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. മൗത്തുൽ ആലിമി മൗത്തുൽ ആലിമിന്റെ മരണം ലോകത്തിന്റെ മരണമാണ്. ആലിമിന് നമ്മളിൽ നിന്നും മരണപ്പെടുമ്പോൾ അത് ലോകത്തിന്റെ മരണം. അത് കാരണം നമുക്ക് വെല്ലുവിളി കിട്ടാതിരിക്കുകയും അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇൽമു കൊണ്ട് നാം വ്യാപൃതരാകും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ ജീവനാടി എന്നാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ധാരാളമായി വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും ആ വിജ്ഞാനങ്ങളെ ന്യായമാക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് ലാ ഹസന ഇല്ലാ ഫീ സിനത്തിൽ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളും ഹസദിക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനത്തെ നൽകി ആ ധനം സമൂഹത്തിലെ പാവങ്ങളെ സംരക്ഷിക്കുവാൻ തിന്മകളെ സംരക്ഷിക്കുവാൻ ദറസുകൾക്ക് വേണ്ടിയും പള്ളികൾക്ക് വേണ്ടിയും ചെലവഴിക്കും. വേറെ ഒരാൾ അദ്ദേഹത്തിന് ധാരാളം വിജ്ഞാനങ്ങളെ അള്ളാഹു ആ വിജ്ഞാനത്തെ രാവും പകലുമായി ജനങ്ങൾക്ക് വേണ്ടി പകർന്നു കൊടുക്കും. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നാം വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാൻ നാം ശ്രമിക്കുക. അതുകൊണ്ട് ഏത് നിമിഷമാണ് നമ്മളെ മരണം വീടുകൂടുന്നത് അല്ലാഹു തആലയ്ക്ക് മാത്രം ഉറപ്പുവരുത്തിയ സംഗതിയാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലില്ലാഹി അല്ലാഹുവിന്റെ പ്രീതിയായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.